യുക്രൈന് അമേരിക്ക അവരുടെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കുന്ന ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ നൽകുമെന്ന വാർത്ത വന്നതോടെ ശരിക്കും ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ യുദ്ധത്തിന്റെ ശക്തി കൂട്ടുകയാണോ ലക്ഷ്യം എന്ന സംശയം ലോകം ചർച്ച ചെയ്തിരുന്നു. ട്രംപ് എപ്പോഴും പറയും പോലെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാം എന്ന നയമാകും റഷ്യയ്ക്ക് മേൽ നടപ്പാക്കുന്നതെന്നും അതിന്റെ ഭാഗമായി ആകാം മിസൈലുകൾ യുക്രൈന് നൽകുന്നതെന്നും ചിലർ വിശകലനവും ചെയ്തു. പക്ഷേ മിസൈൽ വാങ്ങാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തിയപ്പോൾ ട്രംപ് മലക്കം മറിഞ്ഞു. മിസൈൽ തരില്ലെന്ന് പറഞ്ഞു. ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ ഒരൊറ്റ ഫോൺ കോളാണ് കാരണം. സാക്ഷാൽ വ്ളാഡിമിർ പുടിനുമായി ട്രംപ് നടത്തിയ ഒരു ഫോൺ കോളിന് പിന്നാലെയാണ് യുക്രൈന് ആയുധ സഹായം നൽകേണ്ടതില്ലെന്ന് ട്രംപ് തീരുമാനിച്ചത്. ഉടക്കിപ്പിരിഞ്ഞവർ ഒരൊറ്റ ഫോൺ കോളിൽ കൈകോർത്തോ എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം. എങ്ങനെയായിരിക്കാം ഈ ഡീൽ സാധ്യമായത്? ഏകദേശം 2.5 മണിക്കൂർ നീണ്ടു നിന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണം. അമേരിക്കൻ ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ യുക്രൈന് നൽകാനുള്ള സാധ്യത പുടിൻ ഗൗരവമായി ഉന്നയിച്ചു. ഈ മിസൈലുകൾക്ക് 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഇത് റഷ്യയുടെ മോസ്കോ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലേക്ക് എത്താൻ കഴിയും. ടോമാഹോക്കുകളുടെ വിതരണം യുദ്ധക്കളത്തിലെ സ്ഥിതി മാറ്റിയില്ലെങ്കിലും അത് സമാധാന സാധ്യതകളെ സാരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യ മുന്നോട്ട് വെച്ചു. മാത്രമല്ല, ഉഭയകക്ഷി ബന്ധങ്ങളെയും സാരമായി ബാധിക്കും. യുക്രൈൻ വിഷയം സമാധാനപരമായി പരിഹരിക്കാൻ റഷ്യ ആഗ്രഹിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകി സംഘർഷം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്ന വ്യക്തമായ സന്ദേശം നൽകാനാണ് പുടിൻ ട്രംപ് സംഭാഷണം സഹായിച്ചത്. പിന്നാലെ വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപുമായി യുക്രൈൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി. യുഎസിൽ നിന്ന് കൂടുതൽ സൈനിക സഹായം തേടിയെത്തിയ സെലൻസ്കിക്ക് പക്ഷെ കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല. റഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ യുക്രൈന് യുഎസിന്റെ ദീർഘദൂര ടോമാഹോക്ക് മിസൈലുകൾ നൽകണമെന്ന് സെലൻസ്കി ആവശ്യം ട്രംപ് തള്ളി. അങ്ങനെ ദീർഘദൂര മിസൈലുകൾ നൽകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം വ്യാപിക്കാൻ ഇടയുണ്ടാക്കുമെന്നായിരുന്നു ഇത്തവണ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. 2025 ജനുവരിയിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം ഇത് 3-ാം തവണയാണ് സെലൻസ്കി യുഎസിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത്. വൈറ്റ് ഹൗസിൽ ഫെബ്രുവരിയിൽ നടന്ന ആദ്യ കൂടിക്കാഴ്ചയിൽ ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയെ നിശിതമായി വിമർശിച്ചിരുന്നു. ആദ്യ കൂടിക്കാഴ്ചയിലെ അനുഭവം കണക്കിലെടുത്ത് 2-ാമത്തെ കൂടിക്കാഴ്ചയിൽ യൂറോപ്യൻ നേതാക്കളും സെലൻസ്കിക്ക് ഒപ്പമുണ്ടായിരുന്നു. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുമെന്നാണ് വിവരം. ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ഈ നീക്കങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ട്രംപുമായി സംസാരിച്ചു, ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നായിരുന്നു വിക്ടർ ഓർബന്റെ വാക്കുകൾ. പുടിനും കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. റഷ്യയുടെ വ്യക്തവും ശക്തവുമായ നയതന്ത്ര നിലപാടുകൾക്ക് മുന്നിൽ അമേരിക്കയുടെ ആയുധ കയറ്റുമതി പദ്ധതികൾക്ക് തിരിച്ചടി നേരിട്ടുവെന്നും സമാധാന ചർച്ചകളുടെ ദിശ റഷ്യൻ താൽപര്യങ്ങൾക്കനുസരിച്ച് മാറുമെന്നുമുള്ള സൂചനയാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ബുഡാപെസ്റ്റ് ഉച്ചകോടി ആ ദിശയിലുള്ള ഒരു നിർണായക കാൽവെപ്പായിരിക്കും. സമാധാനത്തിനായുള്ള നീക്കങ്ങൾ ഫലം കാണുമോ എന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.
അലാസ്കയിൽ മഞ്ഞുരുകിയെങ്കിലും സമാധാനം അകന്നു നിന്നു. പക്ഷേ ബുഡാപെസ്റ്റ് ഉച്ചകോടിയിൽ കാര്യങ്ങൾ അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ട്രംപിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു യുദ്ധം കൂടി അവസാനിപ്പിച്ചെന്ന പുതിയ വാദങ്ങൾ കൂടി എഴുതി ചേർക്കാം.